ബാറ്റ്മാൻ വേഴ്സസ് സ്പൈഡർമാൻ. 30 വയസ്സിനു മുമ്പ് ആർക്കാണ് കൂടുതൽ ആസ്തിയുള്ളത്? രണ്ടുപേരും 18 വയസ്സിൽ തുടങ്ങിയവരാണ്. ബാറ്റ്മാൻ ജനിച്ചത് $100 ബില്യൺ ആസ്തിയുള്ള ഒരു കുടുംബത്തിലാണ്. 18 വയസ്സിൽ വെയിൻ എന്റർപ്രൈസസ് നിങ്ങളുടേതാകും. നിങ്ങൾ പണം സമ്പാദിക്കുകയല്ല, മറിച്ച് ആയോധനകലകൾക്കും ഹൈടെക് ഗാഡ്ജറ്റുകൾക്കുമായി ദശലക്ഷക്കണക്കിന് പണം ചിലവഴിക്കുകയാണ്. ബാങ്ക് ബാലൻസ് അളവറ്റത്. സ്പൈഡർമാനെ ഒരു ചിലന്തി കടിക്കുന്നു. 9 മുതൽ 5 വരെ നിങ്ങൾ ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്യുന്നു. വെബ് ഫ്ലൂയിഡ് വാങ്ങാൻ വേണ്ടി മാത്രം നിങ്ങൾ സ്വന്തം സെൽഫികൾ ഡെയിലി ബ്യൂഗിളിന് വിൽക്കുന്നു. ബാങ്ക് ബാലൻസ് 0. 24 വയസ്സിൽ ബാറ്റ്മാൻ ഒരു ആഗോള കമ്പനിയുടെ CEO ആണ്. R&D നവമ ബജറ്റിൽ നിങ്ങൾ ടാങ്കുകളും പ്രൈവറ്റ് ജെറ്റുകളും നിർമ്മിക്കുന്നു. നിങ്ങൾക്ക് ഉന്നത പദവിയുണ്ട്, പക്ഷേ നിങ്ങൾ ജീവിക്കുന്നത് തികച്ചും ഒറ്റപ്പെട്ടാണ്. സ്പൈഡർമാൻ ഒരു കോളേജ് ബിരുദധാരിയാണ്. ഫിസിക്സിൽ ബിരുദമുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോഴും ദരിദ്രനായ ഒരു ഫ്രീലാൻസറാണ്. വീട്ടുടമസ്ഥൻ വാടകയ്ക്കായി ബഹളം വെക്കുമ്പോൾ നിങ്ങൾ ക്വീൻസിലെ ഒരു ഇടുങ്ങിയ അപ്പാർട്ട്മെന്റിൽ കഴിയുന്നു. ബാങ്ക് ബാലൻസ് നെഗറ്റീവ്. 30 വയസ്സിൽ ബാറ്റ്മാൻ ഗോതം സിറ്റിയുടെ അധിപനാണ്. ബാങ്കുകളും സാങ്കേതികവിദ്യയും നഗരവും എല്ലാം നിങ്ങളുടെ ഉടമസ്ഥതയിലാണ്. നിങ്ങൾ ഭൂമിയിലെ ഏറ്റവും ധനികനാണ്, പക്ഷേ രാത്രികൾ ചിലവഴിക്കുന്നത് ഒരു ഗുഹയ്ക്കുള്ളിൽ അടിപിടി കൂടിയാണ്. സ്പൈഡർമാൻ ജനങ്ങളുടെ നായകനാണ്. നിങ്ങൾ 10 തവണ ലോകത്തെ രക്ഷിച്ചു, പക്ഷേ ഇപ്പോഴും ഒരു പുതിയ കാർ വാങ്ങാൻ നിങ്ങൾക്ക് പണമില്ല. എല്ലാവർക്കും നിങ്ങളോട് ഐക്യദാർഢ്യം തോന്നുമെങ്കിലും ഒരു ഹോസ്പിറ്റൽ ബില്ല് വന്നാൽ നിങ്ങൾ പാപ്പരാകും. പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ ബാറ്റ്മാൻ വിജയിക്കുമ്പോൾ മാനുഷിക മൂല്യങ്ങളുടെ കാര്യത്തിൽ സ്പൈഡർമാൻ വിജയിക്കുന്നു. നിങ്ങൾക്ക് ആരാകാനാണ് ഇഷ്ടം? കമന്റിൽ അറിയിക്കൂ.